കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് ഭക്തസംഘത്തിൻ്റെ നെയ്യമൃത് ഭക്തസംഗമവും കുടുംബ കൂട്ടായ്മയും ശ്രീ പടുവിലാക്കാവ് ക്ഷേത്രത്തിൽ നടന്നു. കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് ഭക്തസംഘത്തിൻ്റെ 22ാമത് കൂട്ടായ്മയാണ് ഈ വർഷം നടന്നത്. NSS ഡയറക്ടർ ബോർഡ് അംഗവും തലശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. നെയ്യാട്ടത്തിന് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ശരിക്ക് ആ സമയത്തല്ല അതിന് സജ്ജമാക്കേണ്ടത്. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആധ്യാത്മിക ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ കുട്ടിയോട് നാളെ നീ കുളിച്ച് നെയ്യാമണിൽ നിൽക്കണം എന്ന് കുളിച്ചു കൂടണം എന്ന് പറയുമ്പോൾ ആ കുട്ടി വിസമ്മതിക്കും. കാരണം ആ കുട്ടിക്ക് അതുവരെ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ആധ്യാത്മിക ബോധം നമ്മളെ ഇടയിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ നെയ്യാമൃത് ഭക്തസംഘത്തിന് സാധിക്കണം. നിങ്ങളുടെ ഈ കൂട്ടായ്മകൾ എന്ന് പറയുമ്പോൾ ഈ ഉത്സവ സമയത്ത് വർഷത്തിൽ ഒരു കൂട്ടായ്മക്ക് പകരം ഇത് കൊട്ടിയൂരിന്റെ കീഴിലുള്ള നമ്മുടെ ഈ നെയ്യമൃത് വലിയ ഗ്രൂപ്പിന്റെയും അതേപോലെ തന്നെ നമ്പ്യാരുടെയും കീഴിലുള്ള വലിയ നമ്പ്യാരുടെയും കീഴിലുള്ള മഠങ്ങളിൽ ഊർപ്പള്ളി മഠത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കൂട്ടായ്മ നടന്നത്. ഭക്തസംഘം വൈസ് പ്രസിഡന്റ് CV ദാമോദരൻ നായർ അധ്യക്ഷനായി. മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം സോമൻ നമ്പ്യാർ വിശിഷ്ടാതിഥിയായി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കുത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. ഭക്തസംഘം രക്ഷാധികാരികളായ വില്ലിപ്പാലൻ വല്യകുറുപ്പ്, തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാർ എന്നിവർ അനുഗ്രഹ ഭാഷണങ്ങൾ നടത്തി. ഭക്തസംഘം ജനറൽ സെക്രട്ടറി BC ശശീന്ദ്രൻ നമ്പ്യാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MR രജീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PA ദാമോദരൻ നമ്പ്യാർ, K ബാലൻ എന്നിവർ സംസാരിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രാക്കൂടൻ ചടങ്ങുകളോടെ മെയ് 12-നാണ് ആരംഭിക്കുക. ജൂൺ 8-നാണ് നെയ്യാട്ടം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.